വൺപ്ലസിന്റെ സഹസ്ഥാപകനായ കാൽപൈ തുടക്കമിട്ട ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടെക് സ്റ്റാർട്ടപ്പ് നത്തിങ് തങ്ങളുടെ ആദ്യ സ്മാർട്ട് ഫോൺ പുറത്തിറക്കാൻ ഒരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം നടന്ന അവതരണ പരിപാടിയിലാണ് കമ്പനി നത്തിങ് ഫോൺ 1 പ്രഖ്യാപിച്ചത്. ഫോൺ പുറത്തിറക്കുന്ന ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വൺപ്ലസിനെ നേരിടാനല്ല, ആപ്പിളിനെ നേരിടാനാണ് നത്തിങ് ഫോൺ 1 വരുന്നതെന്ന് കാൽപൈ പറയുന്നു. വിലക്കുറഞ്ഞ ഫോണുകൾ നിർമ്മിക്കാൻ നത്തിങ്ങിന് ഉദ്ദേശമില്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു. വില കൂടിയ പ്രീമിയം ഫോണുകളായിരിക്കും കുറച്ചു കാലത്തേക്കെങ്കിലും നത്തിങ് പുറത്തിറക്കുക. സ്മാർട്ട് ഫോൺ വിപണിയിൽ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ കുറവുണ്ട്. തങ്ങളുടെ പുതിയ ഫോൺ പുതിയ സാങ്കേതിക വിദ്യകൾ മാത്രമല്ല, പ്രവർത്തനക്ഷമത, യൂസർ ഇന്റർഫേസ്, ശബ്ദം ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുമെന്ന് കാൽപൈ പറഞ്ഞു. ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ മൊബൈൽ പ്ലാറ്റ്ഫോമാണ് നത്തിങ് ഫോൺ 1 വേണ്ടി ഉപയോഗിക്കുക. ഈ വർഷം തന്നെ ഫോൺ പുറത്തിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നിലവിൽ ക്വാൽകോമിന്റെ ഏറ്റവും ശക്തിയേറിയ പ്രോസസർ ചിപ്പായ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ആയിരിക്കും ഉപയോഗിക്കുക. ആൻഡ്രോയിഡ് അധിഷ്ഠിത നത്തിങ് OS ആയിരിക്കും ഫോണിലുണ്ടാവുക. ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് 12 പതിപ്പായിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക എന്ന് കമ്പനി പറഞ്ഞു. റെവല്യൂഷണറി ഡിസൈൻ ആയിരിക്കും ഫോണിനെന്നാണ് കാൽപൈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തോ ഒന്ന് ഫോണിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഫോണിന്റെ സൂചനാ ചിത്രം പോലും കമ്പനി പുറത്തുവിട്ടിട്ടില്ല. വൺപ്ലസിന്റെ സഹസ്ഥാപകന്റെ സംരംഭമായതുകൊണ്ട് തന്നെ ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ വൺപ്ലസിനെ ലക്ഷ്യമിട്ടാണ് നത്തിങ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത്. എന്നാൽ ആപ്പിളിനെയാണ് ലക്ഷ്യമിടുന്നതെന്ന് കാൽപൈ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആപ്പിളിന് പകരം വയ്ക്കാവുന്ന ഏറ്റവും മികച്ച മറ്റൊന്ന് അവതരിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കാൽപൈ പറഞ്ഞു. ആപ്പിൾ മാത്രമാണ് ഉൽപ്പന്നങ്ങളെ പരസ്പര ബന്ധിതമായി ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കിയിരുന്നുള്ളൂ. മാക്ബുക്ക്, ഐഫോൺ, എയർപോഡ് എന്നിവയിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കും. എന്നാൽ അധികം വൈകാതെ തന്നെ ഈ വ്യവസ്ഥ വിൻഡോസ് PCയിലേക്കും ആൻഡ്രോയിഡ് ഫോണിലേക്കും മാറും, പേ പറഞ്ഞു. നത്തിങ് ഫോൺ എന്ന് പുറത്തിറങ്ങുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. ഈ വേനൽക്കാലത്ത് ആഗോള തലത്തിൽ ഫോൺ അവതരിപ്പിക്കുമെന്നാണ് കമ്പനി വ്യക്തമാക്കിയിട്ടുള്ളത്.